പുതുവർഷ യാത്രകൾക്കായി അവസാനവട്ട പ്ലാനിങ്ങുകളിലാണ് മിക്കവരും. പുതിയ കൊല്ലത്തെ സ്വീകരിക്കാനും യാത്രകൾക്ക് തുടക്കമിടാനുമൊക്കെയായി പലയിടങ്ങളും നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ചേർന്നിട്ടുമുണ്ട്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിൽ നിന്നുമെല്ലാമുള്ള സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നിലേക്ക് ജനുവരി 1 മുതൽ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. സച്ചിതം ഫോർ യുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശതാവരി നദിയുടെ ഭാഗമായി ഒഴുകിയെത്തി 253 മീറ്റർ ഉയരത്തിൽ നിന്ന് പതിക്കുന്ന ജോഗ് വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. മഴക്കാലത്ത് ആർത്തലച്ച് പതിക്കുന്ന ഒറ്റ വെള്ളച്ചാട്ടമായും അല്ലാത്ത സീസണുകളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത വേഗത്തിലും ഉയരത്തിലും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടമായും അതിനെ കാണാം. രാജാറാണി, റോറർ, റോക്കറ്റ് എന്നിങ്ങനെ 4 വ്യത്യസ്ത വെള്ളച്ചാട്ടങ്ങളാണ് ഇതിനുള്ളത്. പുതുവർഷ യാത്രകൾക്കും ബംഗളൂരുവിൽ നിന്നുള്ള ചെറിയ വാരാന്ത്യ യാത്രകൾക്കുമൊക്കെ സ്ഥിരം ഇടമാണ് ജോഗ് വെള്ളച്ചാട്ടം. ഇത് മഴയ്ക്ക് ശേഷമുള്ള സമയത്താണ് കാണേണ്ടത്. ബംഗളൂരുവിൽ നിന്ന് ഒരു രാത്രി യാത്രയ്ക്കൊടുവിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഇടമായതിനാൽ നിരവധി ആളുകളാണ് ഇവിടേക്ക് വരുന്നത്. ഇന്ത്യക്കാരുടെ നയാഗര എന്ന് വിളിക്കപ്പെടുന്ന കർണാടകയിലെ ഷിമോഗയിലുള്ള ജോഗ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം 2025 ജനുവരി 1 മുതൽ മാർച്ച് 15 വരെയുള്ള തീയതികളിൽ താൽക്കാലികമായി നിർത്തലാക്കിയിരിക്കുകയാണ്. ശിവമോഗ ജില്ലയിലെ സാഗര താലൂക്കിലെ ജില്ലാ അധികാരികളാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. ജോഗ് വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായാണ് 73 ദിവസം നീണ്ടു നിൽക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പുതിയ പ്രധാന ഗേറ്റിന്റെ നിർമ്മാണവും വിശ്രമമുറികൾ, പാതകൾ, വ്യൂയിങ് പോയിന്റ് തുടങ്ങിയ നിരവധി സൗകര്യങ്ങളാണ് പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ സൈറ്റിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുകയും വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകുകയും ചെയ്യും. കർണാടക RTCയും ബംഗളൂരു ജോഗ് വെള്ളച്ചാട്ടം പാക്കേജ് അവതരിപ്പിച്ചിട്ടുണ്ട്. പുതുവർഷ യാത്രകളിൽ ജോഗ് വെള്ളച്ചാട്ടം കാണാൻ പ്ലാൻ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മറക്കരുതേ.